ഹായ്. വൈകുന്നേരം നമുക്ക് എളുപ്പത്തിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കടിയാണ് ഈ പഴംപൊരി. പഴംപൊരി പല വിധത്തിലുണ്ടാക്കാം. ഞാനില്ലേ ഈ പഴം ഏത്തക്കായ് നേന്ത്രപ്പഴം എന്നും പറയും, അത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി മുറിച്ചിട്ട് ആദ്യം റവ, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, കടലപ്പൊടി മൂന്നും കൂടെ മിക്സാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് കുറച്ച് നേരമായി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എന്നാലൊന്ന് പഴംപൊരിയിലങ്ങ് ചേർന്ന് വെക്കും. എന്നിട്ട് പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിക്കോട്ടെ. പാനിനോട് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട്, ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കണ്ട ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അങ്ങനെ അത് പൊട്ടീനോ നോക്കിയിട്ട് വേണം ഈ പഴംപൊരി ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചേർത്ത് വെച്ച പഴംപൊരി ഇട്ട് 1 സെക്കൻഡ് ഉണ്ടാകുന്നൊരു സംഭവമായി. കണ്ടോ പഴംപൊരി. ചെറിയ ചെറിയ പഴംപൊരി ആകുമ്പം എല്ലാ സ്ഥലത്തും മാവും പിടിക്കും. ഈ പഴം ഏത്തക്കായ് നല്ല ഔഷധ ഗുണവും പിന്നെ വൈറ്റമിനെല്ലാം ഉണ്ട് ഇതിൽ, ധാരാളം വൈറ്റമിൻ സി. അപ്പോൾ ഈ ലഘുഭക്ഷണം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും നമുക്കും എല്ലാം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ജോലിക്ക് പോയാലെല്ലാം വേഗം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ എന്തെല്ലാം ചേർക്കും, ഒരുപാട് എസൻസ് എല്ലാം ചേർക്കും. പിന്നെ എന്താ ഇത്ര പെട്ടെന്നായി. വെളിച്ചെണ്ണ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇത്. ഈ പാനാകുമ്പോൾ എന്താ ഗുണം വെച്ചാൽ വെളിച്ചെണ്ണ കുറച്ച് മതി. എന്താ ഇത്ര പെട്ടെന്നായ ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ച് വേഗം മറിച്ചിട്ട് എന്താ പെട്ടെന്ന് എന്നാ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ എണ്ണം കൂടുതലുണ്ടാവും. ഇതൊരു 3 ചെറിയൊരു ഏത്തക്ക മുറിച്ചത്. ഈ പൊടിയിൽ ലേശം പഞ്ചസാര ഇടവേണമെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക്, എന്നാലും കുറച്ചുകൂടി നല്ലൊരിതുണ്ടാവും. പിന്നെ ഒരു ഏലക്കായിട്ടാൽ ഏലക്കായൻ്റെ ടേസ്റ്റ് വരും. എന്താ പൊങ്ങി വരുന്നുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നല്ല സ്മെല്ലുണ്ട്. ഇത് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അടുത്ത 2-3 ട്രിപ്പിനും കൂടെ ബാക്കി കിടക്കുന്നുണ്ട്. എന്താ റെഡിയായി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അതെടുത്തോ, ഇനി അടുത്തിട്ട് വേഗം ആ എണ്ണയും ബാക്കിയുണ്ട്. കേട്ടോ, ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. എല്ലാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സൂന സൗരഭ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.